ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണുന്ന പല സിനിമകളുടെയും പേര് ആദ്യകാലത്ത് അതായിരുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ കുറച്ച് സിനിമകൾ കൂടിയുണ്ട്. അത്തരത്തിൽ ആദ്യം തീരുമാനിച്ച പേര് മാറ്റി റിലീസായ സിനിമകൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ദൃശ്യം. 2013 ഡിസംബർ 19 മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ദൃശ്യം എന്ന് പറയുന്നത്. ദൃശ്യം മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എത്രത്തോളമാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അന്നുവരെ ഉണ്ടായിരുന്ന സകലകാല റെക്കോർഡുകളും തൂത്തുവാരിയാണ് ദൃശ്യം അന്ന് കളം വിട്ടത്. എന്നാൽ ദൃശ്യം എന്ന സിനിമയ്ക്ക് ജീത്തു ജോസഫ് ആദ്യം തീരുമാനിച്ചിരുന്ന പേര് ഇതായിരുന്നില്ല. മൈ ഫാമിലി എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്ന പേര്. ആ സമയത്ത് ജീത്തു ജോസഫിന്റെ പല സിനിമകളുടെയും തുടക്കം മായിലായിരുന്നു. മമ്മി ആൻഡ് മീ, മൈ ബോസ് എന്നിങ്ങനെ. അപ്പോഴാണ് ഇന്നത്തെ ദൃശ്യം മൈ ഫാമിലി എന്ന പേരുമായി ജിത്തു ജോസഫ് മുന്നോട്ട് വരുന്നത്. എന്നാൽ പിന്നീട് അത് ദൃശ്യം എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും മൈ ഫാമിലിയേക്കാൾ നല്ലത് ദൃശ്യം തന്നെയാണല്ലേ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ ജോർജ് കുട്ടി ഒരു സിനിമാ പ്രേമിയാണല്ലോ. അടുത്തതായി അമരം. 1991 മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്ത മൂവിയാണ് അമരം എന്ന് പറയുന്നത്. ഇതിന്റെ രചന നിർവഹിച്ചത് ലോഹിതദാസ് ആണ്. ആദ്യമായി അരയൻ എന്ന പേരായിരുന്നു നിർദ്ദേശിക്കപ്പെട്ടത്. പിന്നീട് അത് പൊന്നരയൻ എന്ന പേരിലേക്ക് മാറുകയും എന്നിട്ട് പിന്നീട് ഇന്നത്തെ അമരം എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു. അമരം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ മറ്റൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ചിത്രം കൂടിയാണ്. അന്ന് KPSC എടുത്ത മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾക്ക് നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു സിനിമ കൂടിയാണ് അമരം എന്ന് പറയുന്നത്. അടുത്തതായി കിരീടം. 1989 മോഹൻലാലിനെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കിരീടം എന്ന് പറയുന്നത്. മോഹൻലാലിന് ആദ്യ ദേശീയ അവാർഡ് വാങ്ങിക്കൊടുത്ത ചിത്രം കൂടിയാണ് കിരീടം. എന്നാൽ ഈ സിനിമയുടെ ആദ്യത്തെ പേര് ഗുണ്ട എന്നായിരുന്നു. നല്ല പേരല്ലേ, ഗുണ്ട. എന്നാൽ സിനിമയുടെ നിർമ്മാതാവ് ഉണ്ണി ഗുണ്ട എന്ന പേര് കേൾക്കുമ്പോൾ ആളുകൾ ഒരു മാസ് പടമാണെന്ന് കരുതുമെന്നും അത് പ്രതീക്ഷിച്ച് തിയേറ്ററുകളിലേക്ക് വന്ന് നിരാശപ്പെട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരുമെന്നും പറഞ്ഞ് സിനിമയുടെ പേര് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീടാണ് കിരീടം എന്ന പേരിലേക്ക് എത്തുന്നത്. നിർമ്മാതാവ് ഉണ്ണി അറിയപ്പെടുന്നത് തന്നെ കിരീടം ഉണ്ണി എന്നാണ്. ഗുണ്ട എന്നോ മറ്റായിരുന്നു സിനിമയുടെ പേരെങ്കിൽ തീർന്നേനെ. അടുത്തതായി ഞാൻ പ്രകാശൻ. 2018 ഫഹദ് ഫാസിലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഞാൻ പ്രകാശൻ എന്ന് പറയുന്നത്. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കോംബോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നൊരു മൂവി കൂടിയാണ് ഞാൻ പ്രകാശൻ എന്ന് പറയുന്നത്. ഇതിന് ആദ്യമായി ഇട്ട പേര് മലയാളി എന്നായിരുന്നു. എന്നാൽ മലയാളി എന്ന ടൈറ്റിലിൽ മറ്റൊരു പടം ഇറങ്ങിയ കാര്യം സത്യൻ അന്തിക്കാട് ഓർത്തിരുന്നില്ല. കലാഭവൻ മണി നായകനായി വന്നൊരു മൂവിയായിരുന്നു മലയാളി എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ പ്രകാശൻ എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. ചിത്രം തിയേറ്ററുകളിൽ കളക്ഷൻ വാരിക്കൂട്ടി. അടുത്തതായി ഓഗസ്റ്റ് ക്ലബ്ബ്. 2013 റീമ കല്ലിങ്കലിനെ പ്രധാന നായികയാക്കി KV മധു സംവിധാനം ചെയ്ത മൂവിയാണ് ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് ആദ്യമിട്ട പേര് വേനലിന്റെ കളനീക്കങ്ങൾ എന്നാണ്. ഒരു നോവലിന്റെ പേരായി തോന്നുന്നുണ്ടല്ലേ. അതായത് ഈ സിനിമയുടെ രചന നിർവഹിച്ച അനന്തപത്മനാഭന്റെ നോവലായിരുന്നു ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നോവലിന്റെ പേര് തന്നെയാണ് തുടക്കത്തിൽ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സിനിമ ഒരു ഡിസാസ്റ്ററായി മാറുകയായിരുന്നു. അടുത്തതായി ആമേൻ. ലിജോ ജോസ് പെലിശ്ശേരി ഫഹദ് ഫാസിലിനെ നായകനാക്കി 2013 പുറത്തിറക്കിയ മൂവിയാണ് ആമേൻ എന്ന് പറയുന്നത്. പലർക്കും ഇന്നും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള മൂവി കൂടിയാണ്. എന്നാൽ ഈ സിനിമയുടെ ആദ്യത്തെ പേര് സോളമന്റെ പള്ളി ശോശനിയുടെയും എന്നായിരുന്നു. എന്നാൽ വിജയബാബു ആണ് ലിജോ ജോസ് പെലിശ്ശേരിയോട് നിർദ്ദേശിക്കുന്നത് ചിത്രത്തിന്റെ പേര് ഇത്തിരി വലുതാണെന്നും ആമേൻ എന്ന പേരിട്ട് നോക്ക്, നന്നായിരിക്കും എന്നായിരുന്നു. പിന്നീട് ലിജോ ജോസ് പെലിശ്ശേരി ആമേൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അടുത്തതായി ഒരു കുട്ടനാടൻ ബ്ലോഗ്. മമ്മൂക്കയെ നായകനാക്കി സേതു സംവിധാനം ചെയ്ത മൂവിയാണ് ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്നത്. എന്നാൽ ഇതിലെ ആദ്യത്തെ പേര് കോഴിത്തങ്കച്ചൻ എന്നായിരുന്നു. ഇത് പിന്നെ അറിയാലോ, ഒരു ഡിസാസ്റ്റർ മൂവിയായിരുന്നു. അടുത്തതായി റാംജി റാവു സ്പീക്കിംഗ്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്ന മൂവിയാണ് റാംജി റാവു സ്പീക്കിംഗ്. എന്നാൽ ഈ സിനിമയ്ക്ക് ആദ്യമിട്ട പേര് നൊമ്പരങ്ങളെ സുല്ല് സുല്ല് എന്നായിരുന്നു. ഇത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളുമായിരിക്കും. ഇതിന്റെ നിർമ്മാതാവ് കൂടിയായ ഫാസിൽ സാറാണ് നൊമ്പരങ്ങളെ സുല്ല് സുല്ല് എന്ന പേര് മാറ്റുവാൻ വേണ്ടി നിർദ്ദേശിച്ചത്. ആദ്യത്തെ സിനിമ തന്നെ സുല്ല് സുല്ല് എന്ന് പറഞ്ഞ് തുടങ്ങണ്ട എന്ന് ഫാസിൽ സാർ നിർദ്ദേശിച്ചു. അതിനാലാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന പേരിലേക്ക് മാറിയത്. സിനിമ പിന്നീട് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അടുത്തതായി വെള്ളിമൂങ്ങ. ബിജു മേനോനെ നായകനാക്കി 2013 ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മൂവിയാണ് വെള്ളിമൂങ്ങ എന്നത്. എന്നാൽ ഈ സിനിമയുടെ ആദ്യത്തെ പേര് വിശുദ്ധ മാമച്ചൻ എന്നായിരുന്നു. എന്നാൽ ആ സമയത്താണ് വൈശാഖിന്റെ സംവിധാനത്തിൽ വിശുദ്ധൻ എന്ന സിനിമ പുറത്തിറങ്ങിയിരുന്നത്. അതിനാൽ തന്നെ സിനിമയുടെ പേര് മാറ്റേണ്ടതായി വന്നു. വെള്ളിമൂങ്ങ എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു. ഈ സിനിമയുടെയൊക്കെ റിപ്പീറ്റ് വാല്യൂ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നും ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ നേരവും ഇരുന്ന് കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു മൂവി കൂടിയാണ് വെള്ളിമൂങ്ങ എന്നത്. സൈലന്റായി വന്ന് ബ്ലോക്ക് ബസ്റ്റർ അടിച്ചുപോയ ഒരു മൂവി കൂടിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം തീരുമാനിച്ച പേര് മാറ്റി മറ്റൊരു പേര് റിലീസായ മലയാള ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ധാരാളം സിനിമകൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ സിനിമകളുടെ മൂവി ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഇതുപോലുള്ള സിനിമ ഫാക്ട്സുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജനനായകൻ സിനിമയെക്കുറിച്ചുള്ള എന്റെ ഒപ്പീനിയൻ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.